ഹായ്, പ്രിവയർ ആർക്കിടെക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആർക്കിടെക്ട് ആര്യ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാനോ വൈറ്റ് കൗണ്ടർ ടോപ്പുകളെ കുറിച്ചാണ്. കിച്ചൺ കൗണ്ടർ ടോപ്സിൽ യൂസ് ചെയ്ത് വരുന്ന മറ്റ് മെറ്റീരിയൽസിന്റെ എല്ലാം കുറെ ഡ്രോബാക്സിനെ ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടാണ് ഈ നാനോ വൈറ്റ് എന്നുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയത്. എന്നാൽ അതിൻ്റെതായിട്ടുള്ള ചില ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നാച്ചുറൽ മെറ്റീരിയൽസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു ആർട്ടിഫിഷ്യൽ പ്രോഡക്റ്റ് ആണ് ഇത്. ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നത് സിലിക്കയാണ്. സിലിക്കയും അതുപോലെ ചില നാച്ചുറൽ മെറ്റീരിയൽസ് എല്ലാം കൂടി ഉള്ള ഒരു മിക്സ്ചർ മോൾഡ് ചെയ്ത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റും പ്രഷറും ഒക്കെ കൊടുത്താണ് ഈ നാനോ വൈറ്റ് എന്നുള്ള ഒരു മെറ്റീരിയൽ ശരിക്കും മേക്ക് ചെയ്യുന്നത്. ഗ്ലാസ് ആണ് ഇതിന്റെ ബേസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്ലാസിന്റെ ചില നല്ല പ്രോപ്പർട്ടീസ് ശരിക്കും ഈ മെറ്റീരിയലിനുണ്ട്. അതായത് ഇത് ഹൈലി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നല്ല മിറർ ഗ്ലോസി ഫിനിഷ് ആണ് ഈ മെറ്റീരിയലിന്. അതുകൊണ്ട് തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഭംഗിയാണ് ഈ കൗണ്ടർ ടോപ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ള ഈ സ്ലാബ് കാണുമ്പോൾ തന്നെ പലർക്കും സംശയം ഉണ്ടായിരിക്കും, ഇത് പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കാനുള്ള ചാൻസ് ഇല്ലേ, ഇല്ലെങ്കിൽ അതിൽ സ്ക്രാച്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ, ഇല്ലെങ്കിൽ ഇതിന്റെ കളർ ഈ പ്യുവർ വൈറ്റ് കളർ എല്ലാ സമയത്തും നിലനിൽക്കോ, ഇല്ലെങ്കിൽ അത് കാലക്രമേണ ഫെയ്ഡ് ആവാനുള്ള സാധ്യതയുണ്ടോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് ആണ് ഇതിന്റെ ബേസ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഇത് നോൺ പോറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതായത് ഒരു മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിലുള്ള പോഴ്സ് ആണ് ഇപ്പൊ ഇതിൽ സ്റ്റെയിൻ ആവുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ അബ്സോർബ് ചെയ്ത് അത് പെർമനന്റ് ഒരു സ്റ്റെയിൻ ആയിട്ട് അതിന്റെ സർഫസിൽ നിലനിർത്തുന്നത് ശരിക്കും അതിന്റെ പോഴ്സ് ആണ്. ഇതൊരു നോൺ പോറസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് സ്റ്റെയിൻ ആയിട്ട് ഈ നാനോ വൈറ്റ് കൗണ്ടർ ടോപ്സിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ മറ്റ് മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസും കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിന് വേണ്ടി ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതെന്ന് പറയാനുള്ള ഒരു റീസൺ, ഇത് വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇതിലെ സ്റ്റെയിൻസ് വരാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസോ ഒക്കെ ഇരുന്നിട്ട് ഇതില് ഫംഗസ്, ബാക്ടീരിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് മറ്റ് മെറ്റീരിയലുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഇതിലുള്ള ബാക്ടീരിയ, ഫംഗസ് ഇതിനൊക്കെ വളരാനുള്ള ഒരു നല്ല സർഫസ് അല്ല ശരിക്കും ഇതെന്നുള്ളതാണ് മറ്റ് മെറ്റീരിയൽസിൽ നിന്നും ഇതിനെ ഡിഫറെന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മൾ ഈ നാനോ വൈറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും ഇത് പല ഗ്രേഡ്സിലുണ്ട്, G5, G7 ഇങ്ങനെയുള്ള ഗ്രേഡ്സിലൊക്കെ അവൈലബിൾ ആണെന്ന്. ഇപ്പൊ G7 എന്ന് പറഞ്ഞത് നല്ല ക്വാളിറ്റി നാനോ വൈറ്റിന്റെ ഒരു ഗ്രേഡ് ആണ്. പക്ഷെ ഈ G7 തന്നെ നമുക്ക് ഈ മാനുഫാക്ചറിംഗിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങൾ കൊണ്ടുള്ള ഡിഫറെന്റ് ഗ്രേഡ്സിൽ നമുക്ക് G7 ഗ്രാനൈറ്റ്സ് തന്നെ പലപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ പല ഡീലേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പൊ നാനോ വൈറ്റ് അവർ ചെയ്യാറില്ല, കാരണം നല്ല സ്റ്റെയിൻ പ്രൂഫ് ആണ്, സ്ക്രാച്ച് പ്രൂഫ് ആണെന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ കൊടുത്തു, ഇൻസ്റ്റലേഷന് ശേഷം കംപ്ലൈന്റ്സ് ആയിട്ട് ക്ലയന്റുകൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. G7 എന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആകുന്ന എല്ലാ സംഭവങ്ങളും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം എന്നില്ല. പിന്നെ മാനുഫാക്ചറിംഗിൽ ഉണ്ടായിട്ടുള്ള പല റീസൺസ് കൊണ്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് വേരി ചെയ്യും. അതായത് നമ്മളിപ്പോ ഒരു സാധനത്തിന്റെ തന്നെ പല ഗ്രേഡ്സ് ABC പല ഗ്രേഡ്സ് നമ്മൾ പറയാറുണ്ടല്ലോ അതിന്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്ത്. അതേപോലെ G5ലും G7ലും ഒക്കെ ഈ പല ഗ്രേഡ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ 2-3 ഷോപ്സിൽ ചെന്ന് G7 നാനോ വൈറ്റിന്റെ കോസ്റ്റ് അന്വേഷിച്ച് കഴിയുമ്പോൾ പലയിടത്തുനിന്നും പല റേറ്റ് ആയിരിക്കും കിട്ടുക. പക്ഷെ നമ്മൾ ഈ ബ്ലൈൻഡ്ലി പ്രൈസ് മാത്രം നോക്കിയിട്ട് മെറ്റീരിയൽ എടുക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം G7 എന്നുള്ള ഒറ്റ പേരും പല റേറ്റ്സും കേൾക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യാതെ അതിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് മെറ്റീരിയൽ എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. നോർമലി ഇതിന്റെ റേറ്റ്സ് വരുന്നത് നല്ല ക്വാളിറ്റി നാനോ വൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 500 റുപ്പീസ് തൊട്ട് മുകളിലേക്കാണ്. അത് തന്നെ 600, 650 അങ്ങനെയുള്ള റേറ്റ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുപോലെ പല ക്ലയൻസും പറഞ്ഞു കേട്ടിട്ടുള്ള കംപ്ലൈന്റ് ആണ്, നമ്മൾ ഈ നാനോ വൈറ്റ് ഇൻസ്റ്റലേഷൻ ചെയ്ത ശേഷം ഇതിന് ഒരു യെല്ലോ ടിന്റ് വരുന്നു, ഇല്ലെങ്കിൽ ഇതിന്റെ ജോയിന്റ്സിലൊക്കെ ആയിട്ട് യെല്ലോ കളറ് വിസിബിൾ ആവുന്നു. ഒന്നാമത് നാനോ വൈറ്റ് എന്ന് പറയുന്നത് പക്ക പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അതിലേക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് വിസിബിൾ ആവും. നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന റെസിൻസ്, അഡ്ഹസീവ്സ് ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ ലോ ക്വാളിറ്റി ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് ഉറപ്പായിട്ടും കുറച്ച് നാൾ കൊണ്ട് അതൊരു യെല്ലോയിഷ് ടിന്റിലേക്ക് മാറുകയും അത് നാനോ വൈറ്റ് ഫെയ്ഡ് ആയ രീതിയിൽ നമുക്ക് അതിന്റെ ജോയിന്റ്സിലൊക്കെ ഇങ്ങനെ ഒരു യെല്ലോ ടിന്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ
അത് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ അഡസീവ്സും ഒക്കെ ചൂസ് ചെയ്യുമ്പോഴും നല്ല ഹൈ ക്വാളിറ്റി അഡസീവ്സ് തന്നെ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ഇത് അത്യാവശ്യം ക്ഷമയോടുകൂടി കട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കേഴ്സിനെ യൂസ് ചെയ്ത് തന്നെ അവരെ കൊണ്ട് തന്നെ ഇതിന്റെ ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞതും ഇത്തിരി റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം മറ്റ് കൗണ്ടർ ടോപ്സ് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി, അതായത് ഇപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ആയി പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് നാനോ വൈറ്റിന്. ഇപ്പൊ പ്രത്യേകിച്ചും നമ്മൾ ഈ ഹുഡ് ആൻഡ് ഹോബ് ഒക്കെ ചെയ്യുന്ന ടൈമില് നമ്മൾ ഇതിന്റെ ഹോബ് ഒക്കെ കട്ട് ചെയ്ത് ഇറക്കി വെക്കാറുണ്ടല്ലോ. അതുപോലെ നമ്മളുടെ വാഷ് ബേസിനൊക്കെ കട്ട് ചെയ്ത് ഇറക്കി വെക്കുന്ന സമയത്തൊക്കെ ഈ കട്ട് ചെയ്യുന്ന എൻഡിൽ നിന്ന് വിണ്ടു പോകുന്ന ഇഷ്യൂസ് ഒക്കെ ഈ നാനോ വൈറ്റിന് മറ്റു മെറ്റീരിയലുകളെക്കാൾ കൂടുതലാണ്. അപ്പൊ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ അത് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെയും അവരുടെ ലേബർ ചാർജും ഒക്കെ ഇതില് ഇത്തിരി കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇപ്പൊ നമ്മൾ 2 സ്ലാബ്സ് ജോയിൻ ചെയ്തിടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ജോയിന്റില് അഴുക്കൊക്കെ വന്ന് പിന്നീട് ഈ ബ്ലാക്ക് കളർ, അതായത് വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ജോയിന്റ്സിലൊക്കെ അഴുക്ക് വന്നിരുന്നത് അത് പെട്ടെന്ന് എടുത്തറിയാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബെസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ കിച്ചൺ കൗണ്ടർ ടോപ്സ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മറ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്കിനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റു വീഡിയോസിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.